ഒരു കോളനി പ്രദേശത്ത് ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവും 3 മക്കളും. അതിൽ ഭർത്താവ് ഇങ്ങനെ കട്ടിലേ കിടന്നുറങ്ങുകയാണ്, തൊഴിലാളിയാണ്. അപ്പോൾ ഭാര്യ വിളിച്ചതേ എഴുന്നേറ്റേ, പിള്ളേർക്ക് രാവിലത്തേക്കൊന്നുമില്ല, നിങ്ങളാ കടയിൽ പോയി ഒരു 5-6 ദോശയും 2-3 ചായയൊക്കെ മേടിച്ചിട്ടുണ്ടോ, പിള്ളേർക്ക് സ്കൂളിൽ പോകണ്ട്, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? രണ്ടാമത്തെ കൊച്ചിന് പനിയായിട്ട് കിടക്കുക, മരുന്ന് മേടിക്കണ്ടേ, എൻ്റെ കയ്യിലൊന്നുമില്ല. അതേ മൂത്ത കൊച്ച 8ാം ക്ലാസ്, അതിന് പരീക്ഷാ ഫീസ് കൊടുക്കണം, എൻ്റെ കയ്യിലൊന്നുമില്ല. നിങ്ങളുടെ കയ്യിലൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് നടക്കുന്നത്? കിടന്നുറങ്ങാനും സമ്മതിക്കില്ല. അവൻ എഴുന്നേറ്റ് ആ തലേദിവസം ഊരിയിട്ട് ആ മുഷിഞ്ഞ വെനിയനും എടുത്തിട്ട് തോർത്ത് കൊടുത്ത് അരയെ കെട്ടി ഇറങ്ങിപ്പോയി. ഒരു കൂട്ടുകാരെ കണ്ട് ചോദിച്ചടാ, ഇച്ചിരി കാശ് തരാമോ, രാവിലെ പിള്ളേർക്ക് അവിടെ ഒന്നുമില്ല, ഉണ്ടേ 100 രൂപ. എടാ എവിടെ ഇരിക്കുന്നേ, എല്ലാം ഇന്നലെ അടിച്ച് തീർത്തേച്ചല്ലേ നമ്മൾ പിരിഞ്ഞത്. പിന്നെ ആ പടത്ത് അഭിപ്രായം ഒരുത്തൻ്റെ കയ്യിൽ 5 രൂപ ഉണ്ട്, ഒരു പഴയ പച്ച നിറമുള്ള 5 രൂപ നോട്ട്, അവനത് കൊടുത്തു. അതും കൊണ്ട് അങ്ങോട്ട് നീക്കി വെച്ചൊരു മാടക്കടയാണ് കഞ്ചാവ് വയ്ക്കുന്നത്. അവിടെ 2 രൂപ കൊടുത്തൊരു ഒരു പാക്കറ്റ് ചെടയും കഞ്ചാവും മേടിച്ചു. അതുമായിട്ട് നേരെ ഷാപ്പിലോട്ട് പോയി ചെന്നു. ഇന്നലത്തെ മൂത്ത പനങ്കള്ളില്ലേ, അതേലും ഒരു ഗ്ലാസ് തരാൻ പറയും, അതിന് 3 രൂപ വിലയുള്ള. അന്ന് ആ ഒരു ഗ്ലാസ് കള്ള് മേടിച്ച് അതിനകത്തോട്ട് ഈ ചെടയും കഞ്ചാവ് കുള്ളം കൈക്കകത്തിട്ട് നല്ലപോലെ തിരുമിയിട്ട് കള്ളിനകത്തിട്ടിട്ട് തള്ളവിരൽ കൊണ്ട് അങ്ങോട്ട് ഇളക്കിയിട്ട് വലിച്ചങ്ങോട്ട് കുടിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പനമരം ആടുന്ന പോലെ ആടാൻ തുടങ്ങി. പതുക്കെ നേരെ വീട്ടിലോട്ട് ചെന്നപ്പോൾ എഴുന്നേറ്റ് പോയ കട്ടിലെ പട്ടി കിടപ്പുണ്ട്, പട്ടിക്കിട്ട് പട്ടി എഴുന്നേറ്റ് പോയി. ഈ പുള്ളി അവിടോട്ട് കിടന്നു. പിള്ളേർക്ക് മരുന്ന് മേടിച്ചോ? മകന് പരീക്ഷാ ഫീസ് കൊടുത്തോ? പിള്ളേർ രാവിലെ വല്ലതും കഴിച്ചോ? ഒന്നും അറിയത്തില്ല, അവിടെ കിടന്നുറങ്ങി. ഇതാണ് മദ്യപാനി. ഒരു ദിവസം പ്രഭാതത്തിൽ എൻ്റെ വീടിൻ്റെ കോളിംഗ് ബെല്ല് അടിച്ചു. ആ കോളിംഗ് ബെല്ലിൻ്റെ സൗണ്ട് ഇതാണ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എൻ്റെ മോള് എന്ന് കഥ തുറന്നപ്പോൾ ഒരു സ്ത്രീ വന്നിട്ടുണ്ട്. എന്താ വന്ന്? ചാച്ചനെ ഒന്ന് കാണാൻ വന്നതാണ്. കയറിയിരിക്കുക, ചാച്ചനകത്തുണ്ട്. ഞാൻ പള്ളിയിലൊക്കെ പോയിച്ച് വന്നു കഴിഞ്ഞ് ഒരു ചായ 2 കഷ്ണം റസ്ക് എൻ്റെ പ്രഭാത ഭക്ഷണം അതും കഴിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു. അവരുടെ അടുത്ത് വന്നിരുന്നു. ചോദിച്ചേട്ടാ, ഇന്നലെ രാത്രി ഞാനൊരു പാപം ചെയ്തത് പറയാൻ വന്നതാണ്, ഞങ്ങൾക്ക് കുമ്പസാരമില്ലാത്ത സഭക്കാരാ ഞങ്ങളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പാവം ചെയ്ത് എന്നോടാണോ പറയുന്നത്? ഒരു സ്ത്രീ വന്നു പറയാം, ഇന്നലെ പാവം ചെയ്തെന്ന് എന്തായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്? 6ാം പ്രമാണമാണെന്നല്ലേ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ, അതല്ല ചോദിച്ചേട്ടാ, പറയാം. കുറേ ദിവസങ്ങളായിട്ട് പണിയില്ല, ലോഡിങ്ങും ഇല്ല, പണിയും തടിപ്പണിയും ഒന്നുമില്ല, ആകെപ്പാടെ പട്ടിണിയാണ്, എന്നും പട്ടിണിയാണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഞാൻ ആ റേഷൻ കടയിൽ ചെന്നിട്ട് 2 യൂണിറ്റ് അരി ചോദിച്ചിട്ട് അയാൾ തന്നില്ല. അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് പിള്ളേർ കഴിക്കുന്ന കപ്പളങ്ങായ പപ്പായ, അടുത്തൊരു പറമ്പിൽ പപ്പായ നിൽപ്പുണ്ട്. രാത്രിയിൽ ഞാൻ ഈ കരികല നിറച്ച ചാക്കും ഒരു തോട്ടിയായിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഈ കപ്പളങ്ങ നിലത്ത് വീഴുന്ന ശബ്ദം കേൾക്കാതിരിക്കാനായി കരികല നിറച്ച ചാക്ക് വെക്കുന്നത്. ആ ചാക്കിൻ്റെ പുറത്താണ് വീഴുന്നത്. ഇത് കൊണ്ടുവന്ന് അരിഞ്ഞ് പുറന്തൊലിയെല്ലാം ചെത്തി ചൊനയും കളഞ്ഞിട്ട് വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതച്ചിട്ട് പുഴുങ്ങി പിള്ളേർക്ക് കൊടുക്കും. അതല്ല പിന്നെ എന്താ കൊടുക്കുന്നത്? അരി മേടിക്കാൻ യാതൊരു നിവൃത്തിയില്ല, അരിലൊക്കെ മുഴുവൻ വായ്പ മേടിച്ചിരിക്കുക. അപ്പോഴാണ് ഈ മനുഷ്യൻ ഒരു ദിവസം ഇന്ന് പണിയുണ്ടെന്ന് പറഞ്ഞ്, ഇന്നലെ പണിയുണ്ടെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് പോയി. അപ്പം ഞാൻ വിവരം എല്ലാം പറഞ്ഞാൽ വിട്ടത്. പള്ളിയിൽ പോയിട്ട് തന്നെ ദിവസങ്ങൾ ഒരുപാടായി, ഒന്നുമില്ല. ഉടുത്തോണ്ട് കെട്ടിക്കൊണ്ടൊക്കെ പോകാൻ എന്തെങ്കിലും വേണ്ടേ? ഒന്നുമില്ല. അയാൾ പണിയും കഴിഞ്ഞു വന്നത് തിണ്ണയിലൊരു ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ഓട്ടുവിളക്ക് കത്തിച്ച് വാട്ടവിളക്ക് കത്തിച്ച് വീടിൻ്റെ കതകിൻ്റെ കൊളുത്തെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്തു. വലത്തെ കൈ വാക്കത്തെയും കൂടെ എടുത്തു. മദ്യപാനിയുടെ ഭവനത്തിൻ്റെ പ്രത്യേകത അതാ. അവൻ കുടിച്ച് പൂസായി കഴിയുമ്പോൾ അവനെ വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുന്ന നല്ല സമരിയാക്കാരുണ്ട്, അവർക്കുള്ളതായി വാക്കത്തി. കയറി വന്നപ്പോൾ തിണ്ണയിൽ ഇങ്ങനെ കിടപ്പുണ്ട്, പകുതി മീറ്റത്തും പകുതി തിണ്ണയിലുമായിട്ട് ഭർത്താവ് എന്ന് പറയുന്ന മഹാമാന്യൻ കിടപ്പുണ്ട് അവിടെ. അവർ ആ വിളക്ക് അവിടെ താഴെ വെച്ച് വാക്കത്തി എന്താ വെച്ചാൽ കാല് പിടിച്ച് വെച്ചിട്ട് ആ വാക്കത്തി ഇങ്ങോട്ട് എടുത്ത് ഇവൻ്റെ കഴുത്തങ്ങ് വെട്ടിയാലോ. 3-4 ദിവസമായി കപ്പളങ്ങ മാത്രം തിന്ന് 2-3 കുഞ്ഞുങ്ങൾ പെരയ്ക്കകത്ത് കിടക്കുന്നു. ഞാൻ രാവിലെ പറഞ്ഞു, ഇത് ഓർക്കാതെ കള്ളു കുടിച്ചേച്ച് വന്നല്ല ഇന്നത്തെ ഒരു ദിവസമായിട്ട് പണിത്. അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലോഡിങ്ങുകാരൻ തേക്കും തടി കെട്ടിയാൽ അവൻ്റെ അന്നത്തെ പണിക്കൂലി 1000 രൂപയാ അവനായി വന്ന് കിടക്കുന്നേ. വെട്ടുകത്തി ഓങ്ങിയപ്പോൾ തന്നെ അവനിങ്ങനെ നേരെ കിടന്ന് ചിരിച്ചു. ആ ഉറക്കത്തിൽ അവൻ ആ ലഹരിയിൽ അവനൊന്ന് ചിരിച്ചു. അവൾ ആ വാക്കത്തി താഴെ വെച്ചിട്ട് അവിടെ 2-3 പ്രാവശ്യം വാക്കത്തി എടുത്തിട്ട് അവൾ എറിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ഓർത്തു. അവനെ കല്യാണം കഴിച്ച ആദ്യ രാത്രിയിൽ അവനൊരു കാര്യം പറഞ്ഞു, എനിക്ക് വിദ്യാഭ്യാസമില്ല, വിവരമില്ല, ഞാൻ പഠിച്ചിട്ടില്ല, എൻ്റെ കയ്യിൽ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും നീ എന്നെ ഉപേക്ഷിച്ചേച്ച് പോകരുത്, എനിക്ക് വേറെ ആരുമില്ല. അന്ന് പറഞ്ഞ കാര്യം ഞാൻ ഓർത്തു. പിന്നെ ഞാനൊരു തലയണ വെച്ചെടുത്ത് കൊടുത്തിട്ട് ഒരു പുതപ്പിച്ചിട്ട് ഞാൻ കയറി കിടന്നിട്ട് ആ 3 പ്രാവശ്യം അയാളെ വെട്ടിക്കൊല്ലാൻ ഒരുങ്ങിയില്ല. ആ സങ്കടം പറയാനും ഞാൻ വന്നേ.
3 മക്കളെ അമ്മയുടെ ഒരു സങ്കടമായത്. ഇത് മദ്യം വിൽക്കുന്നവരറിയുന്നില്ല, ഇത് മദ്യത്തിൻ്റെ വരുമാനം കൊണ്ട് ജീവിക്കുന്നവരറിയുന്നില്ല. ആർക്കും ഇത് അറിഞ്ഞുകൂടാ. മദ്യം വിറ്റഴിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒഴുകുന്ന പിന്നെ 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 കുടുംബങ്ങളുടെ കണ്ണുനീര്. ഓരോ ഈസ്റ്റർ കഴിയുമ്പോഴും, ഓരോ ക്രിസ്മസ് കഴിയുമ്പോഴും, ഓരോ ഓണം കഴിയുമ്പോഴും, ഓരോ വിഷു കഴിയുമ്പോഴും പേപ്പറിൽ നമ്മൾക്ക് കാണാം ഇത്ര കോടി രൂപയുടെ മദ്യം വിറ്റു. ആ വിറ്റ രൂപയുടെ പുറകിൽ ഒരുപാട് കണ്ണുനീരുണ്ട് പ്രിയമുള്ളവരെ, ഒരുപാട് കണ്ണുനീര്. ഒരു ഡിസംബർ മാസം 25-ാം തീയതി രാവിലെ ഞാൻ താമസിക്കുന്ന നാട്ടിൽ സുവിശേഷ വേലയ്ക്ക് പോകാനായിട്ട് വഴിയിൽ വന്ന് അച്ഛൻ ടീമുമായിട്ട് വരും. ഫാദർ സെബാസ്റ്റ്യൻ വെച്ചുകൊണ്ടച്ഛൻ അച്ഛൻ വരുന്നത് കാത്തു നിൽക്കുക. കോട്ടയം ടൗണിൽ അന്ന് പുറമ്പോക്കിൽ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ ഒരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതിന് പോകാനായിട്ട് ഞാനങ്ങനെ നിൽക്കുമ്പോൾ പുറകിൽ നിന്നൊരു മുരടനക്കം കേട്ട് ആരോ ചുമയ്ക്കുന്നു. ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവൻ, എൻ്റെ ബെഞ്ചിൽ എൻ്റെ കൂടെ ഇരുന്ന് പഠിച്ചവൻ, അവന് ഞാൻ തൊണ്ട കഴിച്ചിട്ട് കഴിഞ്ഞിട്ടാ ജോയി എന്തോ ജോയി എന്ന് തന്നെ ഞാൻ വിളിക്കുന്നില്ല, നീ ഇപ്പോൾ സുവിശേഷനായിട്ട് ജോയി സാറേ എന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ വൈകിട്ടൊന്നും കഴിച്ചില്ല, ഇന്നും ഒന്നും കഴിച്ചില്ല, എനിക്ക് കാപ്പ് കുടിക്കാൻ ഇച്ചിരി പൈസ തരാം. അവൻ കാപ്പ് കുടിക്കാനാണോ കള്ളു കുടിക്കാനാണോ? അപ്പോൾ അവൻ വീണം, അവൻ്റെ നെറ്റിയുടെ അവിടെ സൈഡിലത്തെ തൊലി, കൈമുട്ടയിലെ തൊലി, കാൽമുട്ടയിലെ തൊലി എല്ലാം പോയിരിക്കുക. അവനെ ഞാൻ 3 പ്രാവശ്യം കൊണ്ടുവന്ന് എൻ്റെ കൂട്ടുകാരനെ കൊണ്ടുവന്ന് ഞാൻ ധ്യാനം കുടിപ്പിച്ചു. 15 ദിവസം ചികിത്സയ്ക്ക് ഏൽപ്പിച്ചു. എന്നിട്ടെങ്ങും അവൻ രക്ഷപ്പെട്ടിട്ടില്ല. അവൻ്റെ ഭാര്യയും അവൻ്റെ കുഞ്ഞുങ്ങളും അവനെ വിട്ടിട്ട് പോയി, ആരുമില്ലവന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ കാശ് തരാം, പക്ഷേ മദ്യപിക്കരുത്. ഇല്ല, മദ്യപിക്കാനല്ല, ഭക്ഷണം കഴിക്കാൻ ആരും തന്നില്ല. അങ്ങ് പാലത്തിൻ്റെ അവിടം തൊട്ട് കുരിശങ്ക വരെ ഞാൻ അന്വേഷിച്ചിട്ട് ആരും എനിക്ക് 50 രൂപ തന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലിയുടെ ബാക്കി ഉണ്ടായിരുന്ന പൈസ എടുത്ത് കയ്യിലേക്ക് കൊടുത്തു, പോയി. അന്ന് രാത്രിയിൽ ശുശ്രൂഷം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിറ്റേ ദിവസം പ്രിയായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം തിങ്കളാഴ്ച രാവിലെ എനിക്കൊരു 2 സൈഡ് വീലുള്ള ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറെ ഞാൻ വരുമ്പോൾ ഒരു കടയുടെ മുമ്പിൽ കുറേ പേര് തടിച്ചുകൂടി നിൽക്കുന്നു. ഞാനവിടെ സ്കൂട്ടർ നിർത്തി, എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ, അയ്യോ ഒരാൾ വടിയായിട്ട് കിടപ്പുണ്ട്, ചോദിച്ചേട്ടാ ഇവിടെ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ തലേ ദിവസം എന്നോട് കാപ്പി കുടിക്കാൻ കാശ് മേടിച്ചുകൊണ്ട് പോയ എൻ്റെ സഹോദരനാണ്. ആ പായ്ക്കകത്ത് പൊതിഞ്ഞു കെട്ടി മുനിസിപ്പാലിറ്റിക്കാരാണ് കൊണ്ട് അടക്കിയത്, പഞ്ചായത്തുകാരാ കൊണ്ട് അമൃതശരീരം അടക്കിയത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ഇത് മാമോദിസ സ്വീകരിച്ചതാ, സൈഡലേവനം സ്വീകരിച്ചതാ, ആദ്യ കുർബാന കൈക്കൊണ്ടതാ, പള്ളി വെച്ച് കല്യാണം കഴിച്ചതാ. പക്ഷെ അതിന് അടക്കപ്പെട്ടത് പൊതു ശ്മശാനത്തിലാണ്. പ്രിയമുള്ളവർ, ഒരു മദ്യപാനിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-ാം വാക്യത്തിൽ, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത ഇവകളാൽ അവരുടെ മനസ്സ് ദുർബലമാകുന്നു. കള്ളുകുടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് മേളോ എല്ലാം കഴിഞ്ഞ് കിടന്നു കഴിഞ്ഞ് വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് പറയും, ഇനി ഞാൻ കള്ളു കുടിക്കുകയില്ല. ഭാര്യയുടെ തലയെ കൈവച്ച് സത്യം ചെയ്യും, ദൈവത്തെ വിളിച്ച് സത്യം ചെയ്യും, മക്കളെ വിളിച്ച് സത്യം ചെയ്യും. പക്ഷേ ഒരു കാരണവശാല സത്യത്തിൽ നിന്ന് അവരുടെ മനസ്സ് ദുർബലമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ രീതിയിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവരുടെ സിനഗോഗിൽ പതിവ് പോലെ അവൻ വായിക്കാൻ എഴുന്നേറ്റ് നിന്നു. യേശയ്യായുടെ പുസ്തകം കൊടുത്തു. പുസ്തകം തുറന്ന് അവൻ ഇപ്രകാരം വായി, കർത്താവിൻ്റെ ആത്മാവൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ, ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകുവാൻ അത്ര ഞാൻ. ക്രിസ്തുവിൻ്റെ മുമ്പിൽ അഭയം പ്രാപിച്ചാൽ, ക്രിസ്തുവിൻ്റെ മുമ്പിൽ ചെന്ന് മുട്ടുമടക്കിയാൽ ഈ മദ്യപാനത്തിൽ നിന്നെ വിടുവിക്കുവാൻ, ഈ തഴക്കദോഷത്തിൽ നിന്ന് വിടുവിക്കുവാൻ, നിന്റെ ഈ തകർന്ന ജീവിതത്തിൽ നിന്നെ വിടുവിക്കുവാൻ, ദൈവാനുഗ്രഹവും ദൈവകൃപയും ഇല്ലാത്ത നിന്റെ ജീവിതത്തിൽ നിന്ന് വിടുവിക്കുവാൻ ക്രിസ്തുവിന് സാധിക്കും. അതാണ് വളരെ വ്യക്തമായി നാം കാണുക. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരു പിശാചുവാദിനോട് ക്രിസ്തു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിന്റെ പേരെന്താ? നിനക്ക് സുഖമാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ബെത്സൈദ കുളകര കിടന്ന രോഗിയോട് കർത്താവ് ചോദിക്കും, നീ സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു, നീ മദ്യപാനം നിർത്തിയിട്ട് എത്ര വർഷം ആയിക്കോട്ടെ, 30-40 വർഷമാകട്ടെ, സുഖം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുവോ എങ്കിൽ, മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പിശാചുവാദിനോട് ക്രിസ്തു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിന്റെ പേരെന്താണ്? എൻ്റെ പേര് മദ്യപാനിയാണെന്ന് പറയണം തമ്പുരാന്റെ തിരുമുമ്പിൽ. ദൈവത്തിൻ്റെ തിരുമുമ്പിൽ പറയണം, ഞാൻ മദ്യപാനിയാണ്, കർത്താവേ എന്നിൽ നിന്ന് ഇത് വിടുവിക്കണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി വരും. സെഹിയോൻ മാളികയിൽ അപ്പസ്തോലന്മാരുടെ മേൽ അഗ്നിനാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്ന് എല്ലാ കളങ്കങ്ങളും കഴുകിക്കളഞ്ഞ് ദൈവത്തിൻ്റെ മുത്തുപോലെ നിന്നെ ആക്കി മാറ്റാൻ ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിന് സാധിക്കും. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 29-ാം വാക്യത്തിൽ പറഞ്ഞ്, തിരുവചനത്തിൻ്റെ അർത്ഥമോ അതിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയത്. പ്രിയ മദ്യപിക്കുന്ന സഹോദര, ഈ വീഡിയോ കാണുന്നയാൾ നിങ്ങൾ ആരെങ്കിലും മദ്യപാനികളാണെങ്കിൽ
നിങ്ങൾ ഏറ്റവും അടുത്ത നിമിഷത്തിൽ ഒരു നല്ലൊരു ധ്യാനത്തിൽ പങ്കെടുക്കുക. തമ്പുരാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് ഇന്ന് വിടുതൽ കിട്ടും. ക്രിസ്തുവിൽ അഭയം പ്രാപിക്കുക. ആ കുരിശൻ്റെ ചുവട്ടിലൊന്ന് അഭയം പ്രാപിച്ചാൽ, ആ വചനം ഒന്ന് സ്വീകരിച്ചാൽ, ഒരു പുരോഹിതൻ നിങ്ങളുടെ ശിരസിൽ കൈവച്ചാൽ പൂർണ്ണമായിട്ടും നിങ്ങളുടെ മദ്യപാനത്തിൽ നിങ്ങൾക്ക് മോചനം കിട്ടും. നിങ്ങളുടെ ജീവിതം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നമ്മൾ മാതൃകയാകരുത്. മദ്യപാനി നമ്മൾ മാതൃകയാകരുത്. മക്കൾക്കും സഹോദരങ്ങൾക്കും അയൽപക്കംകാർക്കും നമ്മൾ മദ്യപാനിയായിട്ട് മാതൃകയാകരുത്. അതിന്ന് പിന്തിരിയണം. ഞാൻ കുറവ് കൊണ്ട് ഞാനിവിടെ ചുരുക്കുകയാണ്. ഇനി ഒരിക്കലൂടെ നമുക്കിതേപ്പറ്റി സംസാരിക്കാം, കേൾക്കാം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.